ഇവിടെ നമുക്ക് 5 × 10 × 15 അങ്ങനെ 50 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടിൽ എത്ര സീറോസ് ഉണ്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമ്പർ ഓഫ് സീറോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് അതിനകത്ത് എത്ര 5ന്റെ പവേഴ്സ് ഉണ്ട്, 2ന്റെ പവേഴ്സ് എത്ര ഉണ്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്താൽ നമുക്ക് അതിനകത്ത് നിന്ന് നമ്പർ ഓഫ് സീറോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ ഇവിടെ നമുക്ക് എല്ലാ നമ്പേഴ്സിലും ഓരോ 5 ഉണ്ട്. സോ 5 × 5 അങ്ങനെ 10 5 കിട്ടിയാൽ 5⁻10 ഔട്ട്സൈഡിൽ എടുക്കാം. എഗെയിൻ നമുക്ക് 1 × 2 × 3 അങ്ങനെ നമുക്ക് 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. സോ ഇതിനകത്ത് എഗെയിൻ നമുക്കറിയാം 1 മുതൽ 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷനകത്ത് എഗെയിൻ 2 5ന്റെ മൾട്ടിപ്ലിക്കേഷൻസും കൂടെ ഉണ്ട്. സോ നമുക്ക് 5ന്റെ ടോട്ടൽ പവർ വരുന്നത് 5⁻12. ഇനി നമുക്ക് 2ന്റെ പവർ എത്രയുണ്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇങ്ങനെ കണ്ടിന്യൂസ് മൾട്ടിപ്ലിക്കേഷൻ വരികയാണെങ്കിൽ അതിനകത്ത് നമുക്ക് ഒരു നമ്പറിന്റെ പവർ കാണാൻ നമ്മൾ ആ 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കോഷ്യന്റ് വരുന്നത് 5 ആണ്. ഇവിടെ ഈ 5 എന്നുള്ള നമ്പർ 2നേക്കാൾ വലുതായതുകൊണ്ട് എഗെയിൻ നമ്മൾ ഡിവൈഡ് ചെയ്യുക. കോഷ്യന്റ് വരുന്നത് 2 ആണ്. ഈക്വൽ ആയതുകൊണ്ട് എഗെയിൻ നമുക്ക് ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് കോഷ്യന്റ് 1 ആണ് വരുന്നത്. ഇനി നമ്മൾ ഈ കോഷ്യൻ പാർട്ടിനെ എല്ലാം ആഡ് ചെയ്താൽ മതി. 5 + 2 + 1 എന്ന് പറഞ്ഞാൽ 8 ആണ് വരുന്നത്. സോ നമുക്ക് ഇവിടെ വരുന്നത് 2ന്റെ പവർ 8 ആണ്. സോ 5⁻12 2⁻8 വന്നാൽ ഇതിനകത്ത് 10ന്റെ മൾട്ടിപ്പിൾ എത്രയാണെന്ന് അറിയണമെങ്കിൽ ഇതിൽ ലീസ്റ്റ് എക്സ്പോണന്റ് വരുന്നത് നോക്കുക. 2ന്റെ പവർ ആണ് ലീസ്റ്റ് വരുന്നത് 8. സോ ഇതിനകത്ത് നമുക്ക് നമ്പർ ഓഫ് സീറോസ് എന്ന് പറയുന്നത് 10⁻8 ആണ് വരുന്നത്. സോ 8 zeros. സോ ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ.